ഇറാന്റെ വമ്പൻ പ്രതികാരം. ഇസ്രായേൽ ആശുപത്രി തകർത്തുകൊണ്ട് ഇറാൻ. കാരണം പറയാനുള്ള എന്താ അറിയോ, ഇപ്പൊ ഇറാൻ ചെയ്തുകൊണ്ട് ഒരു കാര്യം എന്ന് പറയുന്നത് എന്താ അറിയോ, അതിശക്തമായിട്ടുള്ള 25ഓളം മിസൈൽ, ഹൈപ്പർ മിസൈലുകളാണ് ഇപ്പൊ ഇറാന് ഇസ്രായേലിലേക്ക് വിട്ടത്. അതിൽ ഒരു ആശുപത്രി ഉൾപ്പെടുന്നുണ്ട്. ആശുപത്രി മൊത്തമായിട്ട് എന്താ പറയുക, ചെതറിപ്പോകുന്ന രൂപത്തിലുള്ള ഒരു രീതിയിലാണ് കണ്ടപ്പെടുന്നത്. കാരണം ഹൈപ്പർ മിസൈലുകളാണ് ഈ ആശുപത്രി നിലയ്ക്ക് വീണത്. ഈ ആശുപത്രിയിൽ എത്തിപ്പോയാളുള്ള ജനങ്ങൾ പായുന്ന രംഗങ്ങളും അതുപോലെ ഡോക്ടർമാർ പായുന്ന രംഗങ്ങളും ഒരുപാട് മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാരണം എന്താ അറിയോ, ഇപ്പോൾ ഇസ്രായേൽ ഒരുപാട് മരണം, എന്താ പറയുക, ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ബന്ധപ്പെട്ട് ഒരുപാട് മരണം ഞാൻ പറയുമ്പോഴൊന്നല്ല, ഒരുപാട് മരണം. എന്താ പണ്ട് ഗസയിലൊക്കെ ഇസ്രായേൽ മിസൈൽ ഇടുന്ന സമയത്ത് 200, 300, 400 ആൾക്കാർ മരിച്ചില്ല. അതേപോലെ തന്നെ ഇപ്പോൾ ഇസ്രായേൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ മരണം ഒരുപാടുണ്ടെന്നാണ് പറയുന്നത്. കാരണം എന്താ പറയുക, ശവം എന്നറിയുന്ന ഈ ബോഡിയിൽ നിന്ന് മരിച്ച ആൾക്കാർ ശവം എടുക്കാൻ പോലും കഴിയാത്ത രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. കാരണം അത്രയും ഇറാന്റെ 7ാമത്തെ ദിവസവും അതിശക്തമായിട്ടുള്ള ആക്രമണത്തിലേക്ക് ഇസ്രായേൽ ഇറാകുകയാണ്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചോളം ഇസ്രായേൽ തിരിച്ചടിക്കുന്നുണ്ട്, നന്നായി തിരിച്ചടിക്കുന്നുണ്ട്. പക്ഷേ ഇസ്രായേലിനെ തിരിച്ചടിക്കുന്ന സാധനങ്ങളൊക്കെ വളരെ സ്ട്രോങ് കുറഞ്ഞുള്ള സാധനങ്ങളാണ് ഇസ്രായേൽ അടിച്ചു കൊടുക്കുന്നത്. ഇസ്രായേൽ ആദ്യഘട്ടത്തിൽ അതിശക്തമായിട്ടുള്ള ഒരു ആക്രമണം നടത്തി, പിറ്റേ ദിവസം കുറഞ്ഞു, പിറ്റേ ദിവസം അങ്ങനെ കുറഞ്ഞു വരികയാണ് ഇസ്രായേലിൻ്റെ. അതുപോലെ അല്ല ഇറാൻ ഓരോ ഘട്ടത്തിലും ഓരോ ദിവസവും കൂട്ടി ഇന്ന് വന്നത് 25ഓളം മിസൈലുകൾ അയച്ചിട്ട്, ഹൈപ്പർ മിസൈലുകൾ. കാരണം എന്താ പറയുക, കഴിഞ്ഞ ദിവസമൊക്കെ ഇസ്രായേൽ 300, 400, 500 ഒക്കെ മിസൈലുകൾ അയച്ചിരുന്നു, ലോക്കൽ മിസൈലുകൾ അയച്ചിരുന്നു. ഇപ്പം എന്താ ഇറാൻ അയച്ചത് എന്താ അറിയോ, അതിശക്തമായിട്ടുള്ള ഹൈപ്പർ മിസൈലുകളാണ് ഇപ്പം ഇസ്രായേലിലേക്ക് അയച്ചു കൊടുക്കുന്നത്. എന്താ അറിയോ, വമ്പൻ നാശനഷ്ടങ്ങൾ ഇസ്രായേലിന് ഉണ്ടായിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം എന്താ പറയുക, ഇനി ഇറാന്റെ കടുപ്പിച്ച കാര്യം എന്താ പറയുക, ഇറാൻ വ്യക്തമാക്കി പറഞ്ഞ കാര്യം എന്താ അറിയോ, ഇസ്രായേൽ ഞങ്ങൾ പാഠം പഠിപ്പിക്കും, അതിലൊരു സംശയം വേണ്ടെന്നാണ് പറയുന്നത്. ആരിടപെട്ടാലും, ഈ അമേരിക്ക അല്ല, ഇനി ആരിടപെട്ടാലും ഞങ്ങൾ കുഴപ്പമില്ല, അതിശക്തമായ തിരിച്ചടി. എന്താ പറയുക, ഇസ്രായേൽ ഞങ്ങൾ ഉറക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കാരണം എന്താ പറയുക, ഓലെ സംബന്ധിച്ച് ഇത്രയും ലോകത്ത് എത്രയും നീചരായിട്ടുള്ള മനുഷ്യന്മാരില്ല എന്നാണ് ഇറാൻ പറയുന്നത്. ഇത്രയും നീചമായിട്ടുള്ള പലസ്തീന മക്കളെ ചുട്ടുകൊന്ന, പാവപ്പെട്ട കുട്ടികളെയും മക്കളെയും ചുട്ടുകൊന്ന ഇസ്രായേലിനെ ഇനി എന്താ പറയുക വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല, ഞങ്ങൾ തിരിച്ചടിക്കും. ഗസയെ പോലെ ഇറാനും ഗസയെ പോലെ ആക്കാന്ന് വിചാരിച്ചിങ്ങനെ ഒന്ന് പേടിപ്പിച്ച് നോക്കിയതായി. ശക്തമായ തിരിച്ചടി. ഇസ്രായേൽ ഇപ്പം വെള്ളം കുടിച്ചുകൊണ്ടൊരു അവസ്ഥ വരുന്നത്. ഇസ്രായേൽ ശരിക്കും പറഞ്ഞാൽ വെള്ളം കുടിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ മറക്കാം. താങ്ക് യു വെരി മച്ച്.